അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകഥയുടെ 209 ഭാഗത്തിലേക്ക് നിങ്ങളേവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. സൈനബ് റളിയല്ലാഹു അൻഹായുമായുള്ള വിവാഹം 3-ാം ഭാഗമാണ് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ സൈനബ് റളിയല്ലാഹു അൻഹായെക്കുറിച്ചും സയ്യിദ് റളിയല്ലാഹുവിനെക്കുറിച്ചും ആണ് കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. ദത്തുപുത്രന്മാരെക്കുറിച്ചാണ് അവസാനം പറഞ്ഞു നിർത്തിയത്. 33-ാമത്തെ സൂറത്തായ സൂറത്തുൽ അഹ്സാബിലെ 4-ാമത്തെ ആയത്തിൽ പറയുന്നു, അല്ലാഹു ഒരു മനുഷ്യന്റെയും ഉള്ളിൽ 2 ഹൃദയങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. നിങ്ങൾ ലിഹാർ ചെയ്യുന്ന ഭാര്യമാരെ നിങ്ങളുടെ മാതാക്കളാക്കിയിട്ടില്ല. നിങ്ങളിലേക്ക് ചേർത്ത് വിളിക്കുന്നവരെ നിങ്ങളുടെ പുത്രന്മാരാക്കിയിട്ടുമില്ല. അതൊക്കെ നിങ്ങളുടെ വായ കൊണ്ടുള്ള വെറും വാക്കുകളാണ്. അല്ലാഹു സത്യം പറയുന്നു, അവൻ നേർവഴിയിൽ നയിക്കുകയും ചെയ്യുന്നു. അതായത് അന്യരുടെ മക്കളെ ദത്തെടുത്ത് സ്വന്തം മക്കളെപ്പോലെ പോറ്റി വളർത്തുകയും സ്വന്തം മക്കൾക്കുള്ളതുപോലെയുള്ള സ്വത്തവകാശം ഉൾപ്പെടെ എല്ലാ അവകാശങ്ങളും വകവച്ചു കൊടുക്കുകയും ചെയ്യുന്ന സമ്പ്രദായം ഇസ്ലാമിനു മുമ്പ് അറബികൾ പ്രചാരത്തിലുണ്ടായിരുന്നു. ഇങ്ങനെ ഉള്ള ദത്തുപുത്രന്മാരെ ആരാണ് ദയ്യ് എന്ന് പറയപ്പെടുന്നത്. ഇപ്പം ഈ ഖുർആൻ വാക്യം അവതരിക്കുന്നത് വരെ ഞങ്ങൾക്കെല്ലാം സെയ്ദ് ബിൻ ഹാരിസ റളിയല്ലാഹു അൻഹുവിനെ സെയ്ദ് ബിൻ മുഹമ്മദ് എന്നല്ലാതെ വിളിക്കാറുണ്ടായിരുന്നില്ലെന്നും ഈ ആയത്ത് അവതരിച്ചപ്പോഴാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് നീ സെയ്ദ് ബിൻ ഹാരിസ് ബിൻ ഷുറായിലാണ് എന്ന്, അതായത് ഷുറായിലിൻ്റെ മകനായ ഹാരിസയുടെ മകനാണ് എന്ന് പറയുകയുണ്ടാവുകയും ചെയ്തു. അപ്പോൾ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പ്രസ്താവിച്ചതായിട്ട് ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിച്ചിട്ടുണ്ട്. അതേ സൂറത്തിൽ തന്നെ തുടർന്നു വരുന്ന 5-ാമത്തെ ആയത്തിലും ഇതിനെക്കുറിച്ച് തന്നെയാണ് പറയുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നിങ്ങൾ ദത്തുപുത്രന്മാരെ അവരുടെ പിതാക്കളിലേക്ക് ചേർത്ത് വിളിക്കുക. അതാണ് അള്ളാഹുവിന്റെ അടുത്ത് ഏറെ നീതിപൂർവകം. അഥവാ അവരുടെ പിതാക്കളാരെന്ന് നിങ്ങൾക്കറിയില്ലെങ്കിൽ അവർ നിങ്ങളുടെ ആദർശ സഹോദരങ്ങളും മിത്രങ്ങളുമാകുന്നു. അബദ്ധത്തിൽ നിങ്ങൾ പറഞ്ഞു പോയതിന്റെ പേരിൽ നിങ്ങൾക്ക് കുറ്റമില്ല. എന്നാൽ നിങ്ങൾ മനഃപൂർവ്വം ചെയ്യുന്നത് കുറ്റം തന്നെ. അല്ലാഹു ഏറെ പൊറുക്കുന്നവനും പരമകാരുണികനുമാണ്. അതായത് ദത്തുമക്കളെ അവരുടെ യഥാർത്ഥ പിതാക്കളോട് ചേർത്ത് ഇന്നയാളുടെ മകൻ ഓർ മകൾ എന്ന് വിളിക്കുവാനും പോറ്റുപിതാക്കളോട് ചേർത്ത് വിളിക്കാതിരിക്കുവാനും ഈ വചനം കൽപ്പിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ വിവാഹ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകാതെ വന്ന സമയത്ത് സയ്യിദ് റളിയല്ലാഹു അൻഹു സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹമോചനം ചെയ്യാണ്. അതിനുശേഷം ഇദ്ദ കാലയളവിന് ശേഷം അവരെ വിവാഹം ചെയ്യാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അള്ളാഹു കൽപ്പിച്ചു. സൂറത്തുൽ അഹ്സാബിലെ തന്നെ 40-ാമത്തെ വചനത്തിൽ അതിനെക്കുറിച്ച് പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മുഹമ്മദ് നിങ്ങളിലെ പുരുഷന്മാരിൽ ആരുടെയും പിതാവല്ല, മറിച്ച് അദ്ദേഹം അള്ളാഹുവിന്റെ ദൂതനാണ്, ദൈവദൂതന്മാരിൽ അവസാനത്തെ ആൾ.
എല്ലാ കാര്യങ്ങളെപ്പറ്റിയും നന്നായി അറിയുന്നവനാണ് അള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിച്ചപ്പോൾ പുറത്തുനിന്ന് ഒരുപാട് ആക്ഷേപങ്ങൾ വന്നു. അതിനെല്ലാം ചെറുത്തുകൊണ്ടാണ് അള്ളാഹു ഈ വചനങ്ങൾ ഇറക്കിയത് എന്നുള്ളതാണ്. അതായത് മുഹമ്മദ് നിങ്ങളിൽ ആരുടെയും പിതാവല്ല എന്നിരിക്കെ അദ്ദേഹം എങ്ങനെയാണ് സെയ്ദിന്റെ പിതാവാകുന്നത്? അപ്പോൾ പുത്രൻ വിവാഹം കഴിച്ചവളെ പിതാവ് വിവാഹം ചെയ്തെന്നത് വാദം തികച്ചും ശരിയല്ല എന്നാണ് ഇവിടെ സ്ഥാപിക്കുന്നത്. അങ്ങനെ അന്ന് നിലനിന്നിരുന്ന അനാചാരത്തെ അറുതി വരുത്തിക്കൊണ്ട് അള്ളാഹുവിൻ്റെ നിയമം പ്രായോഗിക രംഗത്ത് വരുത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തത്. അങ്ങനെ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം വാനലോകത്ത് വെച്ചാണ് സൈനബ് റളിയല്ലാഹു അൻഹയുടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും ആ വിവാഹം നടക്കുന്നത്. മറ്റൊന്ന്, റബന്നി വ്യവസ്ഥ നിർത്തലാക്കിയത് എൻ്റെ അർത്ഥം ഒരാളെ ദത്തെടുക്കുന്നത് വിലക്കുന്നു എന്നുള്ളതല്ല, മറിച്ച് അതിൻ്റെ പേരിൽ സ്വന്തം പിതാവിനെ മാറ്റി ദത്തെടുത്ത ആളുടെ പേര് ചേർത്ത് പറയുന്നതിനാണ് ഇവിടെ വിലക്കിയിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരാളെ ദത്തെടുത്ത് യതീമായ ഒരാളെ ദത്തെടുത്ത് സംരക്ഷിക്കുന്നത് അങ്ങേയറ്റം പ്രതിഫലാർഹമായ കാര്യമാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ യതീമായി വളർന്ന ഒരാളാണ്. മറ്റൊരാളുടെ സംരക്ഷണത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളർന്നിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഞാനും യതീമിനെ സംരക്ഷിക്കുന്നയാളും സ്വർഗത്തിൽ ഒരുമിച്ചായിരിക്കുമെന്നുള്ളതാണ്. സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ പേരിൽ നിന്ന് മുഹമ്മദ് എന്നുള്ളത് എടുത്തു കളഞ്ഞെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തായിഫിലേക്കുള്ള യാത്രയിൽ എല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സയ്യിദ് റളിയല്ലാഹു അൻഹു ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പിന്നീട് സയ്യിദ് റളിയല്ലാഹു അൻഹു ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയെ വിവാഹം കഴിക്കുന്നുണ്ട്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളർത്തു ഉമ്മയായിരുന്നു എന്നുള്ളതാണ്. ഉമ്മു ഐമൻ റളിയല്ലാഹു അൻഹയും സയ്യിദ് റളിയല്ലാഹു അൻഹുവും തമ്മിൽ വളരെ പ്രായവ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, ആരെങ്കിലും ഒരു സ്വർഗീയ സ്ത്രീ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവരെ വിവാഹം കഴിക്കട്ടെ എന്ന് പറയുന്ന ഒരു സന്ദർഭം ഉണ്ടാവും. അത് കേട്ട ഉടനെ തന്നെ അവരുടെ മഹത്വം കണക്കിലെടുത്തുകൊണ്ട് സയ്യിദ് റളിയല്ലാഹു അൻഹു അതിന് തയ്യാറാവുകയാണ്. അങ്ങനെ അവരുടെ ദാമ്പത്യം വളരെ സന്തോഷത്തോടെ മുന്നോട്ട് പോയി. അവർക്കതിൽ ഉസാമ ബിൻ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്ന സന്താനം പിറക്കുകയും ചെയ്തു. അവയെല്ലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ തന്നെയാണ് ഇവരെല്ലാം ജീവിക്കുന്നത്. അപ്പോൾ പരിശുദ്ധ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞ ഏക സഹാബിയാണ് സയ്യിദ് റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതകാലത്ത് തന്നെ നടന്ന മുഅത്ത യുദ്ധത്തിൽ സയ്യിദ് റളിയല്ലാഹു അൻഹു ഷഹീദാവുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സൈനബ് റളിയല്ലാഹു അൻഹയുടെയും വിവാഹത്തെക്കുറിച്ച് ആ സമയത്ത് ഒരുപാട് വിമർശനങ്ങൾ വന്നിരുന്നു. അതിലൊന്ന്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പെട്ടെന്ന് സൈനബ് റളിയല്ലാഹു അൻഹയോട് പ്രത്യേക താല്പര്യം തോന്നി, അങ്ങനെ വളർത്തുപുത്രനെ കൊണ്ട് നിർബന്ധിച്ച് വിവാഹമോചനം ചെയ്യിച്ചു എന്നൊക്കെയാണ്. മറ്റു ചിലർ പറയുന്നത് സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ വീണ്ടും പ്രശ്നമുണ്ടാക്കിയ സമയത്താണ് അദ്ദേഹത്തിന് വധിക്കപ്പെടുമെന്ന് അറിഞ്ഞിട്ടും മൂത്ത യുദ്ധത്തിലേക്ക് പറഞ്ഞയച്ചത് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിമർശനങ്ങൾ വന്നിരുന്നു. എന്നാൽ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്ക് നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിവാഹം ചെയ്യാൻ ആഗ്രഹമുണ്ടായിരുന്നു എന്നുള്ളതാണ്. നേരത്തെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിരുന്നെങ്കിൽ സൈനബ് റളിയല്ലാഹു അൻഹയ്ക്കും കുടുംബത്തിനും 100% സന്തോഷത്തോടെ അത് സ്വീകരിക്കാൻ അന്ന് തയ്യാറായിരുന്നു. എന്നിട്ടും തൻ്റെ വളർത്തുപുത്രനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചിട്ട് പിന്നീട് ഒഴിവാക്കി വിവാഹം കഴിക്കേണ്ട ഒരാവശ്യം ആ സമയത്തില്ല എന്നുള്ളതാണ്. ആ പറയുന്നതിൽ ഒരു യുക്തിയും ഉണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയുന്നില്ല. രണ്ടാമത്തേത്, സയ്യിദ് റളിയല്ലാഹു അൻഹുവിൻ്റെയും സൈനബ് റളിയല്ലാഹു അൻഹയുടെയും ജീവിതത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടായപ്പോൾ സയ്യിദ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ കാര്യം പറഞ്ഞപ്പോഴെല്ലാം അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നിർദ്ദേശിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ തന്നെ അത് നടത്താമായിരുന്നല്ലോ. മൂന്നാമതായി സൈനബ് റളിയല്ലാഹു അൻഹയെ വിവാഹം അന്വേഷിച്ച് പറഞ്ഞയക്കുന്നതും സയ്യിദ് റളിയല്ലാഹു അൻഹുവിനെ തന്നെയാണ്. മറ്റൊന്ന്, ആ വിവാഹത്തിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സയ്യിദ് റളിയല്ലാഹു അൻഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഒരു കുറവും വന്നിട്ടില്ല എന്ന് നമുക്ക് കാണാൻ കഴിയും. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സൈനബ് റളിയല്ലാഹു അൻഹയുടെയും വിവാഹം വിപുലമായിട്ട് നടക്കുകയാണ്. മറ്റു വിവാഹങ്ങളെക്കാളും വിപുലമായിട്ടാണ് ആ വിവാഹം നടന്നത്. മറ്റുള്ളവർക്ക് നൽകിയ തരത്തിൽ തന്നെ മഹറും നൽകി. അപ്പോൾ ആ വിവാഹത്തിന് നൽകിയ സദ്യ പോലെ മറ്റൊരു വിവാഹത്തിലും സദ്യ നടന്നിട്ടില്ല എന്നും പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ഭാഗങ്ങൾ ഇൻഷാ അല്ലാഹ് വീണ്ടും വരാം. ഈ ഭാഗങ്ങൾ നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവെക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.